നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ നോക്കുമ്പോഴേ എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുള്ള കാര്യത്തിന് ദയവ് ചെയ്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ ഈ അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് പലരും പല സ്ഥാപനങ്ങളെയൊക്കെ വിളിക്കുന്ന സമയമല്ലേ ഇത് ആലോചിക്കാതെ നിങ്ങൾ ആ കോൾ കൊടുക്കരുത്. എപ്പോഴും നമുക്ക് ഒരു തോട്ട് വേണം, ഇത്ര മുതൽ ഇത്ര വരെയാണ് എൻ്റെ മാക്സിമം ബഡ്ജറ്റ്. ഇതല്ലാതെ എത്ര വേണോ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തേലുമൊക്കെ ഇങ്ങോട്ട് പറ എന്ന് പറഞ്ഞാലും ആർക്കും നിങ്ങളൊന്നും ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ലോകത്തിൻ്റെ ചുറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ കോഴ്സ് തന്നെ 1 ലക്ഷം രൂപയ്ക്കും പഠിക്കാൻ പറ്റും, അതേ കോഴ്സ് തന്നെ വേണമെങ്കിൽ 40 ലക്ഷം രൂപയ്ക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ US-ലൊക്കെയുള്ള ചില കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബഡ്ജറ്റ് വേണം. ഈ ബഡ്ജറ്റിനനുസരിച്ച് മാത്രമേ നമുക്കൊരു പ്ലേസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോഴ്സിൽ ഒരു എന്തെങ്കിലും ഇപ്പം ചില കോഴ്സുകളിൽ സ്പെഷ്യൽ എലക്ടീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ബഡ്ജറ്റ് ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ അതൊന്നും നിങ്ങളോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലൊന്നും ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഓപ്പൺലി സംസാരിക്കാത്തിടത്തോളം കാലം ആർക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ഗൈഡൻസോ കരിയർ ഗൈഡൻസോ ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.